ഹായ് ഡിയേഴ്സ്. അപ്പം ഞങ്ങൾ സുബിച്ചേച്ചി ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് തിരുവമ്പാടി വരെ വാന്ന് പറഞ്ഞിട്ട്. ഞങ്ങളെ പണിയെല്ലാം കഴിഞ്ഞ് ചോറും കറിയും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞു, അലക്കും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചി ഒന്ന് പോയിട്ട് പോരാന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് അവർ സർപ്രൈസ് എന്താണെന്ന് അറിയില്ല. വാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. കുടു പോവാന്ന് പറയും. കുടു എവിടെയാ പോണേ? പുക്കത്താ? കുടുന് പുക്കത്ത് പോകാൻ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. പുഴയെന്ന് പറഞ്ഞാലോ ഫുള്ളും പായലാണ്, കുറച്ച് വെള്ളമുള്ളൂ. പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നടു ഇവിടെ വെള്ളമല്ല. പുഴേൻ്റെ തീരത്തേക്കാണ് ഇങ്ങനത്തെ ഒരു മണം, ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയും ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവും. ഇതെന്താ കുഴിയോ? അമ്മ ഇവിടെ നിർത്തും. അവിടെ നിർത്തും. എവിടെ? അവിടേക്ക് നിർത്തിക്കോ. എത്തിയില്ലേ? എവിടെ എത്തിയേ? അത് ഞങ്ങളെത്തി. എവിടെയാണെന്നറിയോ എത്തിയത്? ഞങ്ങളൊരു പുഴയുടെ തീരത്തെത്തി. തിരുവമ്പാടി പുഴയുടെ തീരത്ത്. ഇത് എവിടെയാ കൂടെ വന്നേ? പുഴ ആണോ? ആദ്യക്കൂട്ടാ അതിൻ്റെ മണ്ടലൊന്നും കയറി ചാടല്ലേ. ഇതാണ് കാണുന്ന പുഴ. കണ്ടോ? ആ ചേച്ചിമാർ വരുന്നോളൂ കേട്ടോ. സുബി ചേച്ചി ഞങ്ങൾ വഴിക്കെന്ന് കണ്ടു. അവർ ഞങ്ങളെ സത്യം പറഞ്ഞാൽ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ വൈകിയില്ലേ, വീട്ടിലത്തെ എല്ലാം കഴിഞ്ഞിട്ടില്ലേ ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവർ നിന്നതുകൊണ്ട് എന്തായി, അവർ നടന്ന് വരുന്നുള്ളൂ. ഞങ്ങൾ നേരെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇല്ലേ പിന്നെ ഇവരെയും കൊണ്ട് നടക്കണ്ടേന്ന് ഓർത്ത് കുളിച്ച്. എന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയില്ല, എന്താണ് പ്ലാൻ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളോട് വരാൻ പറഞ്ഞ് ഞങ്ങൾ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ സുബിച്ചേച്ചി വിളിക്കുന്ന ആ ചേച്ചി ഉണ്ടല്ലോ, അവർ നമ്മളെ റിലേറ്റീവ് ആണെന്നുള്ളത് ഇവിടെ വന്ന് കണ്ടപ്പോഴാട്ടോ അറിയുന്നത്. നമ്മളൊരു കുടുംബക്കാരും കൂടിയാണ് ആ ചേച്ചി. അച്ഛമ്മേൻ്റെ കുടുംബമായിട്ട് വരും. കൂടെയുള്ള ചേച്ചിമാർ ഞാനറിയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെറ്റായിട്ട് അവരെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എന്തോ ചുടാനോ ചൂട്ടൊക്കെ തരുന്നുണ്ട്. അവരെന്തോ കുക്കിങ്ങാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് പൊളിക്കൂലേ എടാ. ഇവർ നീന്താന്നുള്ള ഉദ്ദേശത്തിലാട്ടോ വന്നത്. ഇവർ പുഴയിൽ ചാടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ വന്നത്. അപ്പം ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങട്ടെ. ഞങ്ങളിവിടെ എത്തിയിട്ടോ, പുഴയിലെത്തിയിട്ടുണ്ടേ. പുഴയിലെത്തിയപ്പോൾ അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഇത്തിരി പാടാ. വെള്ളത്തിന് നല്ല തട്ടലാണ് കേട്ടോ. ഇത് 2-3 മഴ പെയ്തപ്പോഴത്തേക്കും തന്നെ വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ഉണ്ടോയെന്ന് പോലും അറിയില്ല കേട്ടോ, വെയിൽ കാരണം. ഞങ്ങളൊന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ നോക്കട്ടെ. ഒഴുക്കല്ലേ? അപ്പം എങ്ങനെയാ? ഞാൻ എന്നാ പോരുന്നില്ല, എനിക്ക് പേടിയാ. ഒരു വിധത്തിലാട്ടോ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കടന്നത്. അയ്യോ, കുടുവിനെ എല്ലാവരും കടത്തിട്ടോ. അയ്യോ, കുടുവൊന്നും എടുക്കണ്ട. കുടുവിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. ഇതാ പുഴ, എന്ത് ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതെവിടെയാ പ്രോപ്പർ എവിടെയാ സ്ഥലം? അത്തിപ്പാറ അല്ലേ? അല്ലേ? അത്തിപ്പാറ പാലക്കടവ്. ഇതാ കൊടുതാ വയലും കൈയിട്ട് നിൽക്കുന്നു. ചേച്ചി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നമ്മളെപ്പോൾ എന്താ വെള്ളത്തിലിറങ്ങാൻ ടയറുണ്ട്, ടയർ
നമ്മളപ്പോൾ എന്താ പ്ലാൻ, എന്താ ചെയ്യുന്നേ പറഞ്ഞു കേട്ടോ. ഞാൻ ഇവനോട് പറഞ്ഞേ നീന്താൻ പറഞ്ഞേ, അവന് പേടിയാണ്, വെള്ളത്തിലിറങ്ങാൻ പേടി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പറഞ്ഞില്ലേ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അതെന്താണെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ നമ്മുടെ തിരുവമ്പാടി അത്തിപ്പാറ പാലക്കടവ് ഇന്ന സ്ഥലത്താണ് അപ്പോൾ ഞങ്ങളുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സുബിച്ചേച്ചി ഉണ്ട്, നമ്മളെ സുബിച്ചേച്ചിൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ റിലേറ്റീവാണെന്ന് അറിയുന്നത്. അപ്പോൾ അവർ ഒരു ഫുഡാണ്, വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി ഇവിടുന്ന് ഈ പുഴയുടെ തീരത്തുനിന്ന് തന്നെ ഉണ്ടാക്കി ഇവിടുന്ന് തന്നെ കഴിച്ച് പോവാന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും സർപ്രൈസാണെന്ന് അറിയുന്നത്. വന്ന് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ സുബിച്ചേച്ചി ഉണ്ട് കേട്ടോ, സുബിച്ചേച്ചിൻ്റെ നിർബന്ധം കൊണ്ട് വന്നതാട്ടോ, വരാൻ മടിയായിരുന്നു. സുബിച്ചേച്ചി വിളിച്ച് അത്ര സുബിച്ചേച്ചി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. എന്തായാലും വന്നത് നഷ്ടമായില്ല കേട്ടോ, അടിപൊളി. ഇനിയിപ്പോൾ മക്കൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ചാടി ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അതിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ വീഡിയോയിലേക്ക് പോവാട്ടോ. ഓക്കെ ഇറങ്ങി ചെല്ലടാ, പേടിയില്ല. പിന്നെ നീ എങ്ങനെ ഇറങ്ങും? ശരി, ചേട്ടായി പിടിക്കും കുഞ്ഞിനെ, കണ്ട അത്ര ഇറക്കമുള്ളൂ. അവന് പേടി, അതാ ചേട്ടായി ചാടി. അതാ അത് ആ കോല് കൈ പിടിച്ചോ. നീന്ത് ആ നോക്കണം മോൻ്റെ, അതിനെ നോക്കണം കേട്ടോ. ഇല്ല, കുടു ഇറങ്ങൂല, കുടുവിന് പേടിയാ, കുടു ഒലിച്ചു പോവും. കുടു വെള്ളം കളയല്ലേട്ടോ കുടു. എന്ത് ഭംഗിയാ ഇവിടെ കാണാൻ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് എവിടെയാണ് ഇവര്? ഞാൻ അവിടെ ഇരുന്നു. അയ്യോ, ഇതെന്താ റംബൂട്ടാൻ പോലെ ഉണ്ടല്ലോ. ഇങ്ങനെ കാണുമ്പോ നമ്മൾ വിചാരിക്കും എന്തോ ഒരു പഴമാണ്, പക്ഷെ ഇത് പഴമല്ലേ? ഇത് ഇതൊരു പൂവാണ്. എടുക്കാം. ഇത് പഴമാണ് ചേ, അല്ല എല്ലാരും പറയും ഇത് പഴാണെന്ന്, പക്ഷെ പൂവാണ്. ഞാൻ മരത്തിൽ നിൽക്കുന്നതാണ് കാണിച്ചത്. മരത്തിൽ തന്നെ ചൊറിയോ ചേച്ചി? പൊടിച്ചെടുക്കാണ്. ഇത് കായാണോ? ഇത് പഴമല്ലേ ചേ? ഇത് പഴമല്ല മോളെ, ഇതൊരു പൂവാണ്. മോന് തിന്നാൻ പറ്റൂല. എനിക്ക് അത് കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ തൊട്ട് നോക്കട്ടെ. ഈ ഫോണൊന്ന് വാങ്ങാവോ? പൂവ് ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ അമ്മ, നോക്കട്ടെ. പൂവൊന്ന് കാണിച്ചേ. എവിടെ? ഹായ്. വയലിടല്ലേട്ടോ ഞാൻ. ആ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ, മരത്തിൽ നിറയെ. ഞാനിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ റംബൂട്ടാനാണ് കേട്ടോ വിചാരിച്ചത്. റംബൂട്ടാനാന്നാണ് കരുതിയത്, പക്ഷെ റംബൂട്ടാനല്ല. കണ്ടോ, ഇത് കായല്ല, ഇത് പൂവാട്ടോ. അത് കണ്ടോ എന്ത് രസം. അത് തന്നെ സത്യമായിട്ട്. ഇത് എന്താന്ന്? ആ ശരി, ഇത് ആരെങ്കിലും ഇത് അറിയെങ്കിലും ഒന്ന് പറയട്ടോ. എത്ര ഭംഗിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. അപ്പോൾ ഇതാ ചേച്ചി ഇവിടെ തീയൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ തീ കത്തിക്കുന്ന ചേച്ചിയാണ് കേട്ടോ നമ്മൾ റിലേറ്റീവായിട്ട് വരിക. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ, നേരെ അനിയനല്ല അച്ഛമ്മേൻ്റെ കുടുംബമായിട്ട് വരും കേട്ടോ. അതൊക്കെ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ അറിയണത് ഇങ്ങനെ ഇവരാണെന്നുള്ളതൊക്കെ. അപ്പോഴത്തേക്ക് ഇവിടെ ഇവർ ആദ്യകൂട്ടനും മോനൂസും ഇവിടെ നല്ല ഉഷാറായിട്ട് ചാടുന്നുണ്ട്. കുടു മോനൂസും ആദ്യകൂട്ടനും ഉള്ളതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലേക്ക് അത്ര ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും ഇടയ്ക്ക് പോയി വീഡിയോ പിടിക്കും. പിന്നെ ഞാൻ കുടുവിൻ്റെ കൂടെ അവർ പുഴേൻ്റെ അരികിലായതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. മറ്റൊരു പിന്നെ ചാടുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ചേച്ചി ഇവർ രണ്ടുപേരും കൂടെ വിറകൊക്കെ സംഘടിപ്പിച്ച് അടുപ്പൊക്കെ കല്ലൊക്കെ പെറുക്കി കൊണ്ടുവന്ന് അടുപ്പൊക്കെ സെറ്റാക്കി അങ്ങനെ തീയൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ആദ്യക്കുട്ടനും മോനൂസും ഒരു റൗണ്ട് വെള്ളത്തിൽ ചാടി. പിന്നെ ഞാൻ ലേശം പഴവും ഒരു മാങ്ങയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. കുടുവിന് അപ്പോഴത്തേക്കും വിശപ്പ് തുടങ്ങിയായിരുന്നു കേട്ടോ. കുടു അവിടെ ഇരുന്ന് പഴമൊക്കെ തിന്നിട്ട് ആ പാറയിലിരുന്നു. അവർ രണ്ടുപേരുമാണ് കേട്ടോ നീന്തിയത്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, വെള്ളത്തിൽ ചാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തില്ല. കുടു എന്താ ഉണ്ടാക്കുന്നേ? നമ്മൾ കൊണ്ടുവരാട്ടോ. അപ്പൊ നമുക്ക് വാഴയ്ക്ക് പൊളിച്ചാലോ. അപ്പൊ ഇനി അതിലേക്കുള്ള നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിലേക്കുള്ള റെസിപ്പിയാണ്. കേറി നടക്കുന്നു മോനൂസ്. അവിടെ വെക്ക്. അപ്പോഴാണ് സംഭവം എന്താണ്, വാഴയ്ക്കയാണ് കേട്ടോ. പച്ചവാഴയ്ക്ക, പച്ചക്കായല്ലേ, പച്ചക്കായ പച്ചവാഴയ്ക്ക എന്നൊക്കെ പറയില്ല നമ്മൾ. അപ്പോൾ ഈ വാഴയ്ക്കയാണ് അവർ പുഴുങ്ങുന്നത്. അപ്പോൾ പച്ചക്കായ പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. ഏറ്റവും നല്ലൊരു അതിൻ്റെ തൊലിയൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇവിടെ മോനൂസിനൊക്കെ അവനെ പറയുമ്പോൾ 7ാം മാസത്തിലുണ്ടായതായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഡോക്ടർ പറയുമായിരുന്നു കേട്ടോ, ആ ഭക്ഷണം കഴിക്കാനായപ്പോൾ തൊട്ടിങ്ങനെ ഈ വാഴക്കയുടെ തൊലിയൊക്കെ തോരൻ വെച്ച് കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പച്ചക്കായ അത് വാഴയ്ക്ക പുഴയിലെ വെള്ളത്തിൽ തന്നെ കഴുകി തൊലിയൊക്കെ ചെത്തി. അത് ചേച്ചി തന്നെയാണ് കേട്ടോ തൊലിയൊക്കെ ചെത്തിയത്. ചേച്ചി തൊലിയൊക്കെ അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ വെള്ളം ഉള്ളത് കൊണ്ട് സുഖമായിട്ട് അവിടെ നിന്ന് തന്നെ കഴുകാനും എല്ലാത്തിനും സൗകര്യമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു ഫസ്റ്റായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ്. ഇതുവരെ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു സംഭവം. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. മക്കളാണ് ഏറ്റവും കൂടുതൽ, അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവരെയും കൊണ്ട് ഇങ്ങനെ പോകാനാട്ടോ. ഞങ്ങൾക്ക് 3ആൾക്കും അങ്ങനെ പോകൽ ഇനി അധികം നാളൊന്നും പോകാൻ കഴിയില്ല കേട്ടോ. ഒരു സ്കൂട്ടിയുണ്ട്, ഞങ്ങൾ 3-4 പേരുണ്ട്, ഞാനും മക്കളും 3-4, ഞങ്ങൾ 4 ആളും കൂടിയാണ് കേട്ടോ. എവിടെയും പോകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ്. ചേട്ടൻ കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇന്ന് കുഞ്ഞിൻ്റെ പണിയുള്ളത് കൊണ്ട് ഞങ്ങൾ ഏതായാലും പണിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അരിഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ട് നമ്മളത് കഴുകി സെറ്റാക്കി നമ്മളത് അടുപ്പത്ത് വെക്കാൻ പോയി കേട്ടോ. ഒക്കെ വേണം. കായ അടുപ്പത്ത് വെച്ചല്ലേ, ഇങ്ങനെ ഒരു കഷ്ണമാക്കി വേവിച്ച് ഇതാ ഈ 3 ഇടയിൽ ഞാനും കൂടി കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ കയറാത്ത. പാകം വേവായി ല്ലാത്തവർക്ക് അത് ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പൊ നമ്മളിത് വേഗം ഇതെല്ലാം കൂടെ ചതച്ചെടുക്കുക. അതെല്ലാം കൂടെ ആ ഇടിമുട്ടിയിൽ വെച്ചിട്ട് ഇടിക്കല്ലേ വെച്ചിട്ട് ചതച്ചെടുക്കും. അതാ ഞാൻ ചോദിച്ച തോർത്ത് എന്തിയെന്ന്. ഇത് ഇടിച്ച് ചിലപ്പോൾ ഈ ഓരൽ കുഴിയാവും, ഉള്ളി ചതയുന്നില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഓറല്. ഈ ഓറലിന് ഇടിയാത്ത ഓറലായിട്ടാ രമ്യ അല്ല ലത. മതി എന്നാല് ഒന്ന് വേവിക്കാം. ആദ്യക്കൂട്ടിൻ്റെ എന്താ പ്രകടനം? ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യണേ, എനിക്ക് പേടിയാണേ. കൊടു അങ്ങനെ കൊടു എങ്ങനെയാലും ശരിയാവില്ല. ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ പച്ചവാഴയ്ക്ക് വേവിച്ചു, എന്നിട്ട് അതിനകത്ത് ഇല്ലാമ പിടിക്കാം. എന്നിട്ട് അതിനകത്ത് ഉള്ളിയും മുളകും കാന്താരി മുളകും ചതച്ചിട്ടു കേട്ടോ. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്തത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, മക്കൾ തിന്നുമെന്ന് അറിയില്ല ചേച്ചി, വേണം അവർക്കൊന്നും അധികം കോരി വെക്കുകയൊന്നും വേണ്ട, അവർ തിന്നലുണ്ടാവില്ല എന്നൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞത്.
പക്ഷേ എൻ്റെ എല്ലാ പ്രവചനവും നേരെ വിപരീതമായിരുന്നു കേട്ടോ അവിടെ കണ്ട കാഴ്ച. അയ്യോ ഇലയിപ്പോൾ ഒഴുകി പോയേനെ. കൈ കഴുകിയതാ കൊടു, അത്ര കഴുകിയാൽ മതി. ഒലിച്ചു പോകട്ടെ വെള്ളത്തിൽ. ആ മതി 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 വാ, ആ മതി വാ. വീഡിയോയിൽ കുറച്ച് വെച്ചാൽ മതി. ചായ വെക്കുമെന്ന് പറ. ആദ്യകൂട്ടിനെ അലക്കുന്നുണ്ട്. മതിയോ സുബി? എങ്ങനെയുണ്ട്? അല്ല കുറച്ചും കൂടി നല്ല കടുപ്പത്തിൽ നല്ല സുലൈമാനി റെഡിയായി. അങ്ങനെ എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുപ്പെല്ലാം തീ ശരിക്കും വെള്ളം ഒഴിച്ച് കിടത്തിയായിരുന്നു കേട്ടോ. കാരണം നമ്മളെ തീക്കനൽ കാരണം അവിടെ ഇനി ചപ്പ് കത്തിയിട്ടേ കാട്ടുതീയൊന്നും വരാൻ പാടില്ലല്ലോ. നമ്മൾ പോയിട്ടൊരു ഉപദ്രവമാവരുത് എവിടെ പോയാലും. പിന്നെ എന്താ പറയുക, പലരും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പുഴയോരത്തൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുപ്പിയും പ്ലാസ്റ്റിക്കും കവറും ഒക്കെ പുഴയുടെ തീരത്തൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ കേട്ടോ. ഞങ്ങൾ മാക്സിമം അങ്ങനെ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൊണ്ടുപോയി 2 കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല, ശേഷം വെള്ളം കൂടുതലാണ്. നല്ല കുഴഞ്ഞിരിക്കും സംഭവം. അപ്പോൾ കഴിക്കാൻ നല്ല ഇങ്ങനെ ഇരിക്കും. കട്ടൻ ചായ ഗ്ലാസ്സിലെടുക്കണ്ടേ? കറിവേപ്പിലയും ചെറിയുള്ളിയും ഇതാട്ടോ സംഭവം. കണ്ടിട്ട് നല്ല പൊളിയാട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമാണ്. 4 മണിക്ക് കഴിക്കാൻ. അപ്പോൾ ഇതാ നമുക്ക് ചായ. രമ്യ ചായ കഴിച്ചിട്ട് രമ്യ പറയുന്നത് നല്ല സൂപ്പർ സാധനമാണ് എന്താണെങ്കിലും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും അധികം എണ്ണ ചേരുന്നില്ല, വേറെ മസാലകൾ അങ്ങനെ ഒന്നും ചേരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സംഭവം. ചായ മാത്രമേ എനിക്ക് വേണ്ട കേട്ടോ. ഞാൻ ചായ, പച്ചമുളക്, പച്ചക്കായ, കറിവേപ്പില ഇതെല്ലാം കൂടെ. പിന്നെ ചായയും കൂടെ ആവുമ്പോൾ അതൊരു വേറെ ലെവലാണ്. ഇതൊക്കെ നമ്മൾ ഈ മഴക്കാലത്ത് വൈകുന്നേരം ആ മഴ സമയത്ത് ഉണ്ടാക്കി കഴിച്ചാൽ പൊള്ളി സംഭവമാണ് കേട്ടോ മക്കളെ. നമ്മളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. എല്ലാവരും എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്? സൂപ്പറാ. അവനങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സത്യം പറഞ്ഞ ഇഷ്ടമല്ല. ഞാൻ അവരോട് പറയുകയും ചെയ്തു കേട്ടോ. രമ്യയുടെ മക്കൾ ഇതൊന്നും കഴിക്കില്ല. അവര് അങ്ങനത്തെ ഒരു വാഴക്ക അവന് ഇഷ്ടമല്ലാത്തതാണ്, ഇഷ്ടമല്ലാത്ത ആളാ വാഴക്ക. പക്ഷെ നോക്ക് കഴിക്കുന്ന നോക്ക്, സുമി നല്ല ടേസ്റ്റ്. പക്ഷെ അവന്റെ രമ്യന്റെ കൊച്ചു കഴിച്ചത് പറഞ്ഞ നല്ല സൂപ്പർ സാധനമാണ്. പിന്നെ എല്ലാവരും കൂടി ഇരിക്കാം. ഇവിടെ വന്നിരിക്കേ. അതല്ല, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നമ്മള് നിർത്തിയോ? ഇനി ലാസ്റ്റ് വന്നാൽ മതി പോലെ. തത്തമ്മേനെ തത്തമ്മ ഇപ്പൊ വരും എല്ലാരും കൂടെ ഇവിടെ ഇന്ന് വാങ്ങി. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ വന്നതാ, ഇവരെല്ലാരും കൂടി ഇതൊക്കെ ഉണ്ടാക്കി. ഞാനിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നോക്കി നിന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പക്ഷെ സംഭവം ഉണ്ടല്ലോ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ സൂപ്പർ ആയിരുന്നു കേട്ടോ. എന്റെ ചാനലിന്റെ പേരും കൂടെ പറ. ചേച്ചിന്റെ ചാനലിന്റെ പേരെന്താ? കലാഫാഷൻ പ്ലസ്. എന്റെ ചേച്ചിയാണ് പറയണേ. ഞാൻ എന്റെ ചേച്ചിയാണെന്നല്ല, എന്റെ റിലേറ്റീവ്. എങ്ങനെ ഞാൻ പറയണ്ടേ? അച്ഛമ്മേന്റെ അല്ല, അച്ഛന്റെ അനിയന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മതി. എന്റെ അച്ഛന്റെ അനിയന്റെ ഭാര്യ. അത് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അറിയുന്നത്. സത്യം പറഞ്ഞാൽ സുബി ചേച്ചി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തു. ഞാൻ വരുന്നില്ല, മടിച്ചു നിന്ന് ഏതായാലും വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ റിലേറ്റീവ്സ് ആണ് എന്നൊക്കെ മനസ്സിലാവണത്. എന്റെ ചാനൽ എല്ലാവരും ഒന്ന് കയറി കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങൾ നിർത്തുകയാണ്. ഇപ്പോൾ മക്കൾക്ക് വെള്ളത്തിൽ ചാടി, എല്ലാവരും വെള്ളത്തിൽ ചാട്ടമൊക്കെ കഴിഞ്ഞു, കുടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. ഓക്കെ, ബൈ, ടാറ്റ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.
കാറ്റന്നെ. അയ്യോ ഇടി പാടയൊക്കെ പോവാ. എല്ലാവരും ഇത് അക്കരെ കിടക്കുക കേട്ടോ. ഞാൻ മാത്രം അതാ ഇവിടെ നിൽക്കുന്നു. രമ്യ അതാ പോന്നു. അത് ഞാൻ പറഞ്ഞു എന്നെ തിരിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടാൻ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം. അവർക്കൊന്നും പേടിയില്ലായിരുന്നു ഇങ്ങോട്ട് കിടക്കാനേ. എന്നെ മാത്രമാണ് ലത ബുദ്ധിമുട്ടി കടത്തിയത്. മഴയ്ക്കുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവരെ കാത്തുനിന്നൊന്നുമില്ല.